അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യവും ഓതുന്ന കുറച്ച് സൂറത്തുകളുണ്ട്. അത് വലിയ മഹത്വമേറിയ സൂറത്തുകളാണ്. ആ സൂറത്തുകൾ ഏതെല്ലാമാണെന്ന് ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്, ഷെയർ ചെയ്തതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ അവസാനം ആ സൂറത്തുകൾ ഏതെല്ലാം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നത് ആ സൂറത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. വലിയ മഹത്വമേറിയ സൂറത്താണ്. ആ സൂറത്തിൻ്റെ നേട്ടങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ അത് ഓതാതെ പോകില്ല. വെറും ഒരു പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ മതി. അതായത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് ഈ നേട്ടങ്ങളെല്ലാം എനിക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് വലിയ റാഹത്താണ്. അതുകൊണ്ട് ഈ സൂറത്ത് ഓതിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശരിയാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി അത് എനിക്ക് സാധിച്ചു കിട്ടും, നടന്നു കിട്ടും. അതായത് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ സൂറത്ത് ഒരു വട്ടമെങ്കിലും ഓതിക്കൊണ്ട് പോവുക. കാരണം ഈ സൂറത്ത് നമുക്ക് ഒരു പ്രാവശ്യം ഓതാൻ അധിക സമയമൊന്നും വേണ്ട. അതുപോലെ എക്സാമിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടാകും. അവരൊക്കെയും ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും എക്സാം. വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ഉന്നത മാർക്കോടുകൂടി അവർക്ക് വിജയിക്കാനും സാധിക്കും. എത്രയോ മക്കളുണ്ട് നല്ലതുപോലെ വീട്ടിൽ നിന്ന് പഠിക്കും, എന്നാൽ പരീക്ഷാ ഹാളിലെത്തിയാൽ അവർക്കതൊന്നും ഓർമ്മ വരില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അവർ പഠിച്ച കാര്യമാണ് ഈ ചോദിക്കുന്നത് എന്നൊക്കെ. എന്നാൽ അവർക്ക് ആ സമയം ആ പഠിച്ചത് ഓർമ്മയിൽ വരില്ല. ആ സമയത്ത് വലിയ ടെൻഷനായിരിക്കും. കാരണം അവർ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ നിന്നും ട്രൈ ചെയ്തായിരിക്കും. ആ സമയത്തൊക്കെ അവർക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ പരീക്ഷാ ഹാളിൽ വന്ന് ആ പഠിച്ച ഉത്തരം എഴുതാൻ നോക്കുമ്പോൾ അവർക്ക് ഓർമ്മയിൽ വരില്ല. എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിപ്പോയി നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ വരും. വലിയ റാഹത്തായിരിക്കും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ. പരീക്ഷ എന്നല്ല, നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഈ സൂറത്ത് ഒരു വട്ടം ഓതിപ്പോയി നോക്കൂ. അത് ഇനി ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും എന്തെങ്കിലും ജോലിക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ എന്തെങ്കിലും പേപ്പേഴ്സ് ക്ലിയർ ആക്കാനാണെങ്കിലും അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് പോയി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ആ കാര്യം നിങ്ങൾക്ക് എളുപ്പമാകും. ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നടത്തിത്തരും. സത്യം പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്യാത്തവർക്ക് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം. കാരണം ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് അത്രത്തോളം വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഏതൊരു മുഅ്മിനീങ്ങളായ മനുഷ്യരുടെയും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും, വലിയൊരു സ്വപ്നമായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ ആഗ്രഹമുള്ളവർ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ 1000 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അവൻ ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ മരിക്കുകയില്ല എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും നിങ്ങൾ സമയമെടുത്ത് 1000 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്യുക. എന്നാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഒരു സമയം അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബിയെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരും. അത് ഉറപ്പാണ്. ഇനി ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലുമാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒരു സങ്കടമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരാണ് ഉള്ളത്? എല്ലാവർക്കും എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു പ്രയാസങ്ങൾ നൽകും, പ്രതിസന്ധികൾ നൽകും, എപ്പോഴും ടെൻഷൻ നൽകും. എന്നാൽ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ നൽകില്ല. മാത്രമല്ല സങ്കടങ്ങൾ ഉണ്ടാകില്ല, ടെൻഷൻ ഉണ്ടാകില്ല. നമ്മുടെ മനസ്സിന് നല്ലൊരു കരുത്തുണ്ടാകും. എന്തും നേരിടാനുള്ള ഒരു പവർ നമ്മുടെ മനസ്സിന് അള്ളാഹു നൽകും. എവിടെയും നമ്മൾ തളരില്ല. എല്ലായിടത്തും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള, മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. ഒരുപാട് ആളുകളുണ്ട്, അവരെ ആരെങ്കിലും ഒന്ന് കളിയാക്കുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ പിന്നീട് അവർ ആകെ തളർന്നു പോകും. പിന്നീട് 2 ദിവസം 3 ദിവസമൊക്കെ അതോർത്ത് അവർക്ക് വലിയ വിഷമമായിരിക്കും, ടെൻഷനായിരിക്കും. ചില ആളുകളൊക്കെയുണ്ട്, ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും അവരെ കൂട്ടുകാരോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയാക്കി എന്തെങ്കിലും പരിഹസിച്ച് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ കരഞ്ഞു പോകും. അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോകും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രക്കും മനക്കരുത്തില്ലാത്ത, ഏത് നിസാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് തളർന്നു പോകുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനായിക്കൊണ്ട് കരഞ്ഞു പോകുക, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ, അവരെ ദേഷ്യം പിടിപ്പിക്കാൻ, അവർ കരയുന്നത് കാണാൻ, അവരുടെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തികൾ ചെയ്തുകൊണ്ടോ അവരെ ദേഷ്യം പിടിപ്പിക്കും, അല്ലെങ്കിൽ അവരെ കരയിപ്പിക്കും, അവരെ മനസ്സ് വേദനിപ്പിക്കും. അത് ചിലർക്കൊക്കെ ഒരു ഹരമാണ്. അതിൽ സന്തോഷം കണ്ടെത്തുന്ന എത്രയോ ആളുകളുണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിടത്തും തളരില്ല. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാൻ സാധിക്കില്ല. അതിനുള്ളൊരു മനക്കരുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങളെ കളിയാക്കുന്നവരെ തിരിച്ച് അതിന് പ്രതിരോധിക്കാനുള്ള ഒരു മനക്കരുത്തും ശക്തിയും അതിനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, നിങ്ങൾ അതോർത്ത് ദിവസങ്ങളോളം വിഷമിച്ചിരിക്കില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തു തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നാൽ അതൊക്കെയും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ളൊരു മനക്കരുത്തുണ്ടാകും. നിങ്ങൾ തളർന്നു പോകില്ല, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല, നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും, അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. അതാണ് ഈ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് എന്ന് പറയാൻ കാരണം. ഇനി ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ സുബ്ഹി നിസ്കാര ശേഷം 7 പ്രാവശ്യം പാരായണം ചെയ്താൽ, പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ സകല പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിക്കളയും. അതുപോലെ ഈ സൂറത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. അവരുടെ ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലത നൽകും. സാമ്പത്തികമായിട്ടൊരു പ്രയാസവും അവർക്കുണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല. അവരുടെ മരണം വരെ അവർക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസവും ഉണ്ടാകില്ല. അവരുടെ കീശ കാലിയാകൂല. ഇനി ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പാരായണം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും. എല്ലാ മേഖലകളിലും വലിയ വിജയം നൽകും. പിന്നീട് അവനിക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകൂല. ഇനി രോഗങ്ങളുള്ള ആളുകളാണ് ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ്റെ രോഗങ്ങൾ മാറി അവനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുന്നതാണ്. മാത്രമല്ല, പിന്നീട് അവനിക്ക് രോഗങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പരീക്ഷിക്കുകയുമില്ല. അതുപോലെ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്ന ആളുകൾ സത്യസന്ധരായി മാറും.
അതായത് അവർക്ക് പിന്നീട് സത്യം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, കളവ് പറയാൻ കഴിയില്ല. മാത്രമല്ല അവൻ ചെയ്തു പോയ ചെറുപാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കും, അവൻ്റെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമായ, അതുപോലെ ആഖിറത്തിലെ വിജയത്തിനാവശ്യമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന, ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കി പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞതാണ്. അത്രക്കും വലിയ മഹത്വമേറിയ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഖദർ. ഈ സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് ഓതാൻ നല്ലത് സുബഹിക്കോ അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ ഓതുക. ഇനി ഈ സൂറത്ത് നിങ്ങൾ, മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്, പല സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് നിങ്ങൾ 100 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് 100 പ്രാവശ്യം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യവും ഓതുന്ന ചില സൂറത്തുകളുണ്ട്. അതായത് സൂറത്തുൽ ഖദർ, ഇപ്പോൾ പറഞ്ഞ ഈ സൂറത്ത് ഓതാറുണ്ട്. അതുപോലെ ആയത്തുൽ കുർസി, ആ ആയത്ത് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതാറുണ്ട്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഈ സൂറത്തുകളൊക്കെ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുന്നവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിജയം മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റാഹത്താണ് നൽകിയിട്ടുള്ളത്. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. അത് ഞാൻ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അത് പരിഹരിക്കപ്പെടുന്നത്. മാത്രമല്ല പല വിജയങ്ങളും അള്ളാഹു എനിക്ക് നൽകുന്നുണ്ട്. അതൊക്കെയും ഞാൻ ഈ സൂറത്തുകൾ ഓതുന്നത് കൊണ്ടായിരിക്കാം. കാരണം ഇതൊക്കെയും മഹാന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഈ സൂറത്തുകളൊക്കെ നമ്മൾ നിത്യവും പാരായണം ചെയ്താൽ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എവിടെയും പരാജയം ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ഈ സൂറത്തുൽ ഖദർ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക. അതുപോലെ ആയത്തുൽ കുർസി നിങ്ങൾ കഴിയുന്ന അത്ര നിങ്ങൾ പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ യാസീൻ, അതുപോലെ സൂറത്തുൽ വാഖിയ, അതൊക്കെയും നിങ്ങൾക്ക് കഴിയുന്നത്ര ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ സൂറത്തുകൾ ഒരു വട്ടമെങ്കിലും ഓതാൻ, പാരായണം ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സൂറത്തുൽ ഖദറിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. ഇഹത്തിലും പരത്തിലും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.